Hi students, welcome to chemistry class. അപ്പോൾ സെക്കൻഡ് ഇയറിലെ നമ്മുടെ ആദ്യത്തെ ചാപ്റ്റർ ആയ സോളിഡ് സ്റ്റേറ്റിന്റെ ഓൺലൈൻ ക്ലാസ് ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? അതിന്റെ നോട്ട്സ് ഒക്കെ എഴുതി റെഡിയാക്കിയിട്ടുണ്ടാവും. അപ്പൊ ഇന്ന് ഞാൻ ആ ക്ലാസ് ഒന്നും കൂടി നിങ്ങൾക്ക് എടുത്തു തരികയാണ്, റിപ്പീറ്റ് ചെയ്യാണ്. അപ്പൊ ആദ്യത്തെ ഒരു ചെറിയ പോർഷൻസ് ആണ് എടുക്കുന്നത്. That is properties of solids and difference between crystalline and amorphous solids. Okay. അപ്പൊ എല്ലാവരും ആ ക്ലാസ് കേൾക്കാൻ റെഡിയാവുക. ഒപ്പം തന്നെ ഈ ക്ലാസ് കഴിഞ്ഞാൽ നിങ്ങളുടെ ടെക്സ്റ്റിലുള്ള 5 ഇൻടെസ്റ്റ് ക്വസ്റ്റ്യൻ എഴുതണം. അത് ഹോംവർക്കാണ്. 5 ക്വസ്റ്റ്യൻ കറക്റ്റ് ആയിട്ട് എഴുതി നല്ല പെർഫെക്റ്റ് ആയിട്ട് നോട്ടിൽ വെക്കുക. ഓക്കെ, ഗെറ്റ് റെഡി. സോളിഡ് സ്റ്റേറ്റ്. നമ്മുടെ പ്രകൃതിയിലേക്കൊന്ന് നമ്മൾ നോക്കൂ. നമുക്ക് ഒരുപാട് എക്സാമ്പിൾസ് നമ്മൾ കാണാൻ പറ്റും. സോളിഡ്സിനും ലിക്വിഡ്സിനും ഒക്കെ നിങ്ങൾ ചെറിയ ക്ലാസ് മുതലേ നിങ്ങൾക്ക് പരിചയമുള്ളതാണ്. സോളിഡ്സും ലിക്വിഡ്സിൻ്റെയും ഗ്യാസസിൻ്റെയും ഒക്കെ പ്രോപ്പർട്ടീസ് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ തന്നെ, നമ്മൾ ഫസ്റ്റ് ഇയറിൽ തന്നെ പഠിച്ചിട്ടുണ്ട്. സോളിഡ്സിൻ്റെ അറേഞ്ച്മെൻറ്റും ലിക്വിഡ്സിൻ്റെയൊക്കെ മോളിക്യൂൾസിൻ്റെയൊക്കെ പാർട്ടിക്കിൾസിൻ്റെ അറേഞ്ച്മെൻറ്റ്സ്. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ സോളിഡ്സിനെ കുറിച്ചാണ് നമ്മൾ ഡീപ്പായിട്ട് സ്റ്റഡി ചെയ്യാൻ അതിന് കാരണം തന്നെ നമ്മുടെ പീരിയോഡിക് ടേബിളിൽ 11 ഗ്യാസസ് ആണ് ഉള്ളത്. ഫ്യൂ ആർ ലിക്വിഡ്സ് ആൻഡ് റെസ്റ്റ് ഓഫ് എലിമെൻറ്റ്സ് ആർ സോളിഡ്സ്. സോ വെരി ഇമ്പോർട്ടൻറ്റ് ടു ലേൺ അബൌട്ട് ദെയർ സ്ട്രക്ചേഴ്സ് ആൻഡ് പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ്. അപ്പോൾ സോളിഡിൻ്റെ പ്രോപ്പർട്ടി നമുക്ക് മെയിനായിട്ടും ഡിപ്പെൻഡ് ചെയ്യുന്നത് അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾസിൻ്റെ അറേഞ്ച്മെൻറ്റ് ആൻഡ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ദീസ് പാർട്ടിക്കിൾസ് ആണ്. നിങ്ങൾ ഈ പിക്ചർ ഒന്ന് നോക്കുക. നമുക്ക് പ്രധാനമായിട്ടും നമ്മൾ നോക്കുമ്പം ഫ്ലൂയിഡിറ്റിയാണ് നമ്മളൊന്ന് കാണുന്നത്. ഗ്യാസിനും ലിക്വിഡ്സിനും ഉള്ളത് ഫ്ലൂയിഡിറ്റിയാണ്. പക്ഷേ സോളിഡ്സ് അങ്ങനെ ഫ്ലോ ചെയ്യില്ല. അതൊരു ഭാഗത്ത് തന്നെ നമുക്ക് അടങ്ങിയിരിക്കും. ദാറ്റ് മീൻ ഇറ്റ് ഈസ് റിജിഡ് എന്നാണ് നമ്മൾ പറയുന്നത്. ഇത് എന്തുകൊണ്ടാണ്? ഇതിന് പ്രധാനപ്പെട്ട കാരണം അതിൻ്റെ ഫോഴ്സ് ഓഫ് അട്രാക്ഷനാണ്. നമുക്കറിയാം, ഈ 3 പിക്ചറിന് നിങ്ങൾക്ക് മനസ്സിലാവുന്നത് ഇതിൻ്റെ അറേഞ്ച്മെൻറ്റ് നിങ്ങൾ നോക്കുക. സോളിഡ്സിൽ പാർട്ടിക്കിൾസ് ആർ വെരി ക്ലോസ് ആൻഡ് ടൈറ്റ് പാക്കിംഗ് ആണ്. ലിക്വിഡ്സിൽ അത്ര തന്നെ ടൈറ്റായിട്ട് പാക്ക് ചെയ്തിട്ടില്ല. പക്ഷെ ഗ്യാസ് മോളിക്യൂൾസ് ആർ റാൻഡം മോഷനാണ്, ഫ്രീ ടു മൂവ് ആണ്. അപ്പോൾ സോളിഡ്സ് ഇങ്ങനെ റിജിഡായിട്ട് നമുക്ക് ഫിക്സഡ് ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ അതിന് അനങ്ങാൻ പറ്റില്ല. അത്രയും ടൈറ്റായിട്ടുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. സോ ഇറ്റ് ബിക്കം, ആ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ അതിന് ഡെഫിനിറ്റ് ഷേപ്പ്, ഡെഫിനിറ്റ് വോളിയം ഉണ്ട്. പ്രോപ്പർട്ടീസ് ഒക്കെ തന്നെ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിലും ഫസ്റ്റ് ഇയർ ചാപ്റ്ററിലും നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഇതിൻ്റെ ഒക്കെ പ്രധാനപ്പെട്ട കാരണം ഇൻ്റർമോളിക്കുലാർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ്. അപ്പോൾ ഈ ഇൻ്റർമോളിക്കുലാർ ഫോഴ്സ് ഓഫ് അട്രാക്ഷനെ ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. തെർമൽ എനർജി. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു പിക്ചർ നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മൾ സോളിഡ്സിൻ്റെ ഇൻ്റർ പാർട്ടിക്കിൾ അട്രാക്റ്റീവ് ഫോഴ്സസ് ആണ്. അതായത് പാർട്ടിക്കിൾസുകൾ തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് ആണ്. അപ്പോൾ ആ അട്രാക്റ്റീവ് ഫോഴ്സ് കൂടുന്നതനുസരിച്ചിട്ട് ഇറ്റ് ബിക്കം സോളിഡ്സ്. അട്രാക്റ്റീവ് ഫോഴ്സ് കുറഞ്ഞു വരുന്നതനുസരിച്ചിട്ട് ഇറ്റ് ബിക്കം ഗ്യാസ്. അപ്പോൾ എന്താണ് തെർമൽ എനർജി? തെർമൽ എനർജി ഈസ് ദി energy possessed by the constant particles due to temperature. അപ്പോൾ ഒരു ടെമ്പറേച്ചർ കൊണ്ട് ഉണ്ടാകുന്ന എനർജിയാണ് നമ്മൾ തെർമൽ എനർജി എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിച്ചത്. ദാറ്റ് ഈസ് തെർമൽ എനർജി. ടെമ്പറേച്ചർ കൂടുമ്പോൾ തെർമൽ എനർജി ഇൻക്രീസസ്. അതായത് നമ്മൾ ടെമ്പറേച്ചർ കൂട്ടുകയാണെങ്കിൽ പാർട്ടിക്കിൾസിൻ്റെ എനർജിയും കൂടും. അപ്പോൾ ഇവിടെ നോക്കുക, നമുക്ക് ഈ ഒരു ഗ്രാഫ്, ഒരു പിക്ചർ നമുക്ക് മനസ്സിലാവുന്നത് തെർമൽ എനർജി വെരി വെരി ഹൈ. അപ്പോൾ ഇൻ്റർ പാർട്ടിക്കിൾ അട്രാക്റ്റീവ് ഫോഴ്സ് വെരി ലോ. അത് നമ്മളതിന് നേരെ തിരിച്ച് തെർമൽ എനർജി കുറച്ച് കൊണ്ടുവരിക. അപ്പോൾ ഇൻ്റർ പാർട്ടിക്കിൾ അട്രാക്റ്റീവ് ഫോഴ്സ് കൂടി വരും. അപ്പോൾ ഇവിടെ നോക്കുക, ഓരോ സ്റ്റേറ്റിൻ്റെയും ആ വ്യത്യാസം നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നതാണ്. അതായത് തെർമൽ എനർജി വെരി ഹൈ ആണ്. ഏതിലായിരിക്കും അത് തെർമൽ എനർജി വെരി ഹൈ? ഗ്യാസ് മോളിക്യൂൾസിൽ. തെർമൽ എനർജി ഏറ്റവും കുറവുള്ളത്, ഏറ്റവും ലോ ഉള്ളത് സോളിഡ്സിലായിരിക്കും. അപ്പോൾ അവിടെ അട്രാക്റ്റീവ് ഫോഴ്സ് എന്തായിരിക്കും? വെരി ലാർജ് അട്രാക്റ്റീവ് ഫോഴ്സ്.
ഇതാണ് നമുക്ക് ഈ പിക്ചറിൽ നിന്ന് മനസ്സിലാകുന്നത്. അപ്പോൾ തെർമൽ എനർജി കുറവായിരിക്കും, അട്രാക്റ്റീവ് ഫോഴ്സ് ആണ് അവിടെ ലാർജ്, സോ ഇറ്റ് ബിക്കം റിച്ച്ഡ് ഇൻ ക്യാരക്ടർ. ഓക്കെ, ക്ലാസിഫിക്കേഷൻ ഓഫ് സോളിഡ്സ്. ഇപ്പോൾ നമ്മൾ ഈ പിക്ചറിൽ നോക്കുക, നമുക്ക് ഡയമണ്ടും ഗ്ലാസുമാണ്. നമുക്ക് ഒരുപാട് സോളിഡ്സ് ഒക്കെ ഒരുപോലെയാണെന്ന് തോന്നും, പക്ഷേ ഇവർ തമ്മിൽ പ്രധാനപ്പെട്ട ഡിഫറൻസുകളുണ്ട്. നമുക്ക് ആ പിക്ചറിൽ നോക്കുമ്പോൾ തന്നെ നമുക്ക് വെൽ ഓർഡേർഡ് അറേഞ്ച്മെൻ്റ് ആണ് ഡയമണ്ടിനുള്ളത്. പക്ഷേ ഗ്ലാസിൻ്റെ ആ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾസിൻ്റെ അറേഞ്ച്മെൻറ്റ് നോക്കുക, അത് ഡിഫറൻസ് ആണ്. അപ്പോൾ നമുക്ക് ഈ രണ്ടും പ്രധാനപ്പെട്ട ഒരു ഡിഫറൻസ് ആണ്. ദാറ്റ് മീൻ ലോങ് റേഞ്ച് ഓർഡറാണ് ഡയമണ്ടിലെ പാർട്ടിക്കിൾസ്, അതായത് നല്ല റെഡി കറക്റ്റായിട്ട് ആ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത്ര തന്നെ കറക്റ്റ് അല്ല ഗ്ലാസ് മോൾഡുകൾ. അതുകൊണ്ട് തന്നെ ഡയമണ്ട് നമ്മൾ ക്രിസ്റ്റലൈൻ സോളിഡ്സ് എന്ന് വിളിക്കും, ഗ്ലാസിനെ നമ്മൾ അമോർഫസ് സോളിഡ്സ് എന്ന് വിളിക്കും. അപ്പോൾ എന്താണ് ഡെഫിനിഷൻ എന്ന് നിങ്ങൾ വായിക്കൂ. ഓക്കെ, ഇൻ എ ക്രിസ്റ്റലൈൻ സോളിഡ് the constant particles such as atoms or ions molecules are regularly arranged in a definite pattern. അതിന് നമ്മൾ പറയും ലോങ് റേഞ്ച് ഓർഡർ. കറക്റ്റ് റെഗുലർ പാറ്റേൺ ഓഫ് അറേഞ്ച്മെന്റ് ചെയ്തിട്ടാണ് നമുക്കൊരു എൻറ്റയർ ക്രിസ്റ്റൽ ഫോം ചെയ്തിട്ടുള്ളത്. അതാണ് ക്രിസ്റ്റലൈൻ സോളിഡ്സിൻ്റെ ഫസ്റ്റ് ഡിഫറൻസ്. നമുക്ക് നമ്മുടെ എക്സാമ്പിൾസിലേക്ക് നോക്കാം. സോഡിയം ക്ലോറൈഡ്, ഡയമണ്ട്, അയോഡിൻ, ഗോൾഡ്, മെറ്റൽസ്, കോഡ്സ്, ഇതെല്ലാം തന്നെ നമുക്ക് ക്രിസ്റ്റലൈൻ സോളിഡ്സിലുള്ളതാണ്. നമ്മുടെ അമോർഫസ് സോളിഡ്സിൽ നോക്കൂ, അറേഞ്ച്മെൻറ്റ് ഓഫ് പാർട്ടിക്കിൾസ് നോട്ട് ഓർഡർലി ഫാഷനാണ്. ദാറ്റ് മീൻ അതിൽ നമുക്ക് ആ പിക്ചർ കാണുമ്പോൾ തന്നെ അറിയാം, ഒരു 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 അതിൻ്റെ ഒരു സൈസൊക്കെ നോക്കൂ, ഒരു ഡിഷ് എന്നാണ്. അപ്പോൾ ഇവിടെ നമുക്കറിയാം ടൈനി ഓർഡർ ഓറിയൻറ്റഡ്, അതായത് ചെറിയ ചെറിയ പോർഷൻസിൽ ചെറിയ ഓർഡറൊക്കെ ഉണ്ട്, പക്ഷെ നമ്മൾ ആ മൊത്തം നോക്കുമ്പോൾ ഒരു ഡിസോർഡർ ഫീൽ ചെയ്യും. അതിന് നമ്മൾ പറയാം ഷോർട്ട് റേഞ്ച് ഓർഡർ എന്നാണ് പറയുന്നത്. അപ്പോൾ അമോർഫസ് സോളിഡ്സ് ആർ ഷോർട്ട് റേഞ്ച് ഓർഡറാണ്. ഓക്കെ, ഇനി നമുക്ക് ഇഷ്ടംപോലെ എക്സാമ്പിൾസ് അമോർഫസിൽ. ഇപ്പോൾ ഇവിടെ നമുക്ക് ഗ്ലാസ്, റബ്ബർ, പ്ലാസ്റ്റിക്സ്, പോളിമേഴ്സ് ഒക്കെ തന്നെ അമോർഫസ് സോളിഡ്സിന് എക്സാമ്പിൾസാണ്. ഇനി നമ്മൾ ഈ ഓൾഡ് ബിൽഡിങ്ങുകൾ നോക്കുക. നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാകും ചില വിൻഡോസിൻ്റെ ഒക്കെ താഴ്ഭാഗം കട്ടി കൂടി വരുന്നതായിട്ട്, ഗ്ലാസിൻ്റെ താഴ്ഭാഗം കട്ടി കൂടി വരുന്നതാണ്. എന്താണ് ഇതിന് കാരണം? അതിന് കാരണം ഗ്ലാസ് ഒരു അമോർഫസ് സോളിഡാണ്. അതിങ്ങനെ പതിയെ ഫ്ലോ ചെയ്യാൻ തുടങ്ങും, ഒരു ലിക്വിഡിൻ്റെ പ്രോപ്പർട്ടീസ് കാണിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ അമോർഫസ് സോളിഡ്സ് സ്യൂഡോ സോളിഡ്സ് എന്നാണ് നമ്മൾ പറയാറുള്ളത്. ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആർ ട്രൂ സോളിഡ്സ്, അമോർഫസ് സോളിഡ്സ് ആർ സ്യൂഡോ സോളിഡ്സ്. ദാറ്റ് മീൻ ഒരു സോളിഡിനെ പോലെ തന്നെ ആക്ട് ചെയ്യുന്നുള്ളതാണ്. ശരിക്കും യഥാർത്ഥത്തിൽ അത് സോളിഡ്സ് അല്ല. ഓർ വേറൊരു പേരും കൂടി നമ്മൾ പറയും സൂപ്പർ കൂൾഡ് ലിക്വിഡ്സ് എന്നാണ് പറയുന്നത്. സൂപ്പർ കൂൾഡ് ലിക്വിഡ്സ് ഓർ സ്യൂഡോ സോളിഡ്സ് എന്ന് പറഞ്ഞാൽ ഫ്ലോ ലൈക്ക് എ ലിക്വിഡ്സ്. ഇനി നമുക്ക് ഇനി രണ്ടാമത്തെ ഡിഫറൻസ് ആയ മെൽറ്റിംഗ് പോയിൻറ്റ്. അയൺ, ഒരു ഇരുമ്പ് കമ്പി എടുത്ത് നമ്മൾ ചൂടാക്കുകയാണ്. നമ്മൾ ഇരുമ്പ് കമ്പി ചൂടാക്കുന്ന സമയത്ത് ജസ്റ്റ് അതിൻ്റെ മെൽറ്റിംഗ് പോയിൻറ്റ് ഏകദേശം 1327 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോഴേ അത് മെൽറ്റ് ചെയ്യുള്ളൂ. ആ ടെമ്പറേച്ചർ എത്തിയാൽ മാത്രമേ മെൽറ്റ് ചെയ്യുള്ളൂ. സോ ഇറ്റ് ഈസ് കോൾഡ് എ ഷാർപ്പ് മെൽറ്റിംഗ് പോയിൻറ്റ്. പക്ഷേ അമോർഫസ് സോളിഡ്സ് അങ്ങനെയല്ല. അതിനെ നമ്മൾ ചൂടാക്കുമ്പോൾ തന്നെ എ റേഞ്ച് ഓഫ് ടെമ്പറേച്ചറിലാണ് അത് മെൽറ്റ് ചെയ്യുക. അതിപ്പോൾ 100 ഡിഗ്രി എത്തുമ്പോഴേ അത് മെൽറ്റ് ചെയ്ത് തുടങ്ങും. 101 മെൽറ്റ് ചെയ്യും, 102 മെൽറ്റ് ചെയ്യും. അങ്ങനെ അതിനൊരു പ്രത്യേകിച്ച് ഒരു മെൽറ്റിംഗ് പോയിന്റ് നമുക്ക് പറയാൻ പറ്റില്ല. ഒരു റേഞ്ച് ഓഫ് ടെമ്പറേച്ചറിലാണ് അത് മെൽറ്റ് ചെയ്യുക. സോ നോ ഷാർപ്പ് മെൽറ്റിംഗ് പോയിൻറ്റ്. അടുത്തതാണ് അനൈസോട്രോപ്പി ആൻഡ് ഐസോട്രോപ്പി. Crystalline solids are anisotropic in nature. That is, physical properties are not same in all direction. ഈ പിക്ചറിൽ നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും. ഈ ബ്ലൂ ബോൾസ്, നമ്മളൊരു ചെറിയൊരു പ്ലെയിൻ കട്ട് ചെയ്യാണ്ട് ആ ബ്ലൂ ബോൾസ് ഒക്കെ എത്ര പാർട്ടിക്കിൾസ് ഉണ്ട്? ഒരു ലൈനിൽ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ 4 പാർട്ടിക്കിൾസ് ആണ്. വേറൊരു പ്ലെയിനിൽ നമ്മൾ കട്ട് ചെയ്യുമ്പം ഓൾട്ടർനേറ്റ് റെഡ്, ബ്ലൂ അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് ഡ്യൂ ടു ഡിഫറൻസ് ഇൻ അറേഞ്ച്മെൻറ്റ് ഓഫ് പാർട്ടിക്കിൾസ് ഇൻ ഡിഫറെൻറ്റ് ഡയറക്ഷൻ. സോ physical properties like electrical resistance, refractive index, thermal expansions are different in different direction.
സോ ഡിഫറെൻറ്റ് ഇൻ ഡിഫറെൻറ്റ് ഡയറക്ഷൻസ് ആർ കോൾഡ് അനൈസോട്രോപിക്. അപ്പോൾ ഐസോട്രോപിക്കിൻ്റെ പ്രത്യേകത എന്താണ്? ഇതിൽ പാർട്ടിക്കിൾസ് ഒക്കെ ഇറഗുലർ ആയിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് നമ്മളൊരു പ്ലെയിൻ കട്ട് ചെയ്താൽ തന്നെ വലിയ ഡിഫറൻസ് ഒന്നും അതിൽ കാണില്ല. അതുകൊണ്ട് തന്നെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആർ സെയിം ഇൻ ഓൾ ഡയറക്ഷൻ. ഈ ഒരു ഡീവിയേഷൻ ഉണ്ടെങ്കിലും ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും. അതായത് ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ്, തെർമൽ കണ്ടക്ടിവിറ്റി ഒക്കെ സെയിം ആണ് എല്ലാ ഡയറക്ഷനിലും. ഇപ്പോൾ എ ബി ഡയറക്ഷനിൽ, സി ഡി ഡയറക്ഷനിൽ, ഇ എഫ് ഡയറക്ഷനിലൊക്കെ സെയിം ആയിരിക്കും. സോ ഇറ്റ് ഈസ് കോൾഡ് ഐസോട്രോപിക്. ഇത് നമ്മളിന് അടുത്ത ഡിഫറൻസ്, നമ്മളതിനെ കട്ട് ചെയ്യുകയാണെങ്കിൽ ക്രിസ്റ്റൈൻ സോളിഡ്സിൻ്റെ ക്ലീവേജ് സ്മൂത്ത് ആയിരിക്കും. ദാറ്റ് മീൻ ഷാർപ്പ് കട്ടിങ് ആയിരിക്കും. അമോർഫസ് സോളിഡ്സിലെ കട്ടിങ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇറഗുലർ കട്ടിങ് ആയിരിക്കും ഉണ്ടാകുക, ഇറഗുലർ സർഫസസ്. ഓക്കെ, നമുക്ക് ഇനി ടോപ്പിക്കിന്റെ സമ്മറി ഒന്ന് നോക്കാം. വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ക്രിസ്റ്റലൈൻ ആൻഡ് അമോർഫസ് സോളിഡ്സ്? നിങ്ങളൊന്ന് ഓർത്ത് പറഞ്ഞേ. ഓക്കെ, ഫസ്റ്റ് ഡിഫറൻസ് എന്തായിരുന്നു? ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആർ ലോങ് റേഞ്ച് ഓർഡർ. നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും അമോർഫസ് സോളിഡ്സ്, നോ ലോങ് റേഞ്ച് ഓർഡർ. ദാറ്റ് മീൻ ഷോർട്ട് റേഞ്ച് ഓർഡർ ആണ്. സെക്കൻഡ് ഡിഫറൻസ് എന്തായിരുന്നു പറയുന്നത്? ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആർ ട്രൂ സോളിഡ്സ്. Amorphous solids are pseudo solids or supercooled liquids. മൂന്നാമത്തെ ഡിഫറൻസ് എന്താണ്? ക്രിസ്റ്റലൈൻ സോളിഡ്സിന്റെ ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റ്. അമോർഫസ് സോളിഡ്സ് നോ ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റ്, ദാറ്റ് ഈസ് റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ. ഇനി നാലാമത്തെ ഡിഫറൻസ് എന്തായിരുന്നു? ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആർ അനൈസോട്രോപിക്. എന്താണ് അനൈസോട്രോപിക് എന്ന് ക്ലിയർ ആയിട്ടല്ലേ? ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആർ ഡിഫറെന്റ് ഇൻ ഡിഫറെന്റ് ഡയറക്ഷൻ. അതിന് നേരെ എന്തായിരിക്കും? അമോർഫസ് സോളിഡ്സ് ആർ ഐസോട്രോപിക്. ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആർ സെയിം ഇൻ ഓൾ ഡയറക്ഷൻ. ഓക്കെ, ഇനി അടുത്തത് എന്തായിരുന്നു? അടുത്ത ഡിഫറൻസ് ഷാർപ്പ് ക്ലീവേജ് ആണ്. ക്രിസ്റ്റലൈൻ സോളിഡ്സിൽ ഷാർപ്പ് ക്ലീവേജ്, അമോർഫസ് സോളിഡ്സിൽ നോ ഷാർപ്പ് ക്ലീവേജ്. ഇനി എക്സാമ്പിൾസ് ആണ് സാധാരണ ചോദിക്കുക. എക്സാമ്പിൾസ് എന്തൊക്കെയായിരുന്നു ക്രിസ്റ്റലൈൻ സോളിഡ്സിന്? ഓക്കെ, ഡയമണ്ട്, ഗ്രാഫൈറ്റ്, സോഡിയം ക്ലോറൈഡ്, കോപ്പർ, അയൺ, ഓൾ മെറ്റൽസ് ആർ ക്രിസ്റ്റലൈൻ സോളിഡ്സ്. അമോർഫസ് സോളിഡ്സിന് നമ്മൾ എപ്പോഴും എക്സാമ്പിൾ ചോദിക്കുമ്പോൾ നമ്മൾ ഓർത്ത് വെക്കുന്നത് ഗ്ലാസ്, പ്ലാസ്റ്റിക്, റബ്ബർ, ഇതെല്ലാം തന്നെ അമോർഫസ് സോളിഡ്സുകളാണ്. ഓക്കെ, അപ്പൊ എല്ലാവരും ഈ ടോപ്പിക് നന്നായിട്ട് പഠിക്കുക. ഒപ്പം തന്നെ അതിന്റെ നോട്ട്സ് നന്നായിട്ട് എഴുതുക, പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്യുക. ഞാൻ പറഞ്ഞല്ലോ, വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇൻഡെക്സ് ക്വസ്റ്റ്യൻ 1 to 5 ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്തിരിക്കണം. പേജ് നമ്പർ 4ലാണ്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.